ഹലോ ഗായ്സ്, അപ്പോൾ 2025 ഫസ്റ്റ് ഡേ ഔട്ട് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് കടപ്പക്കടയിലുള്ള ലേബലീസ് സലൂൺ. അവിടെ ചെന്നപ്പോഴും കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ₹1 ത്രെഡിങ്, ഹെയർ കട്ടിങ് 99, ഹെയർ സ്പാ 500, എക്സെട്ര. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് മുടി കെട്ടാൻ നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ അടിച്ച് ഗായ്സ്. ഒരു ചെറിയൊരു വീക്കെട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹെയർ സ്പായുടെ പരിപാടിയായിരുന്നു. എനിക്കൊരു ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങും, എനിക്കാണെങ്കിൽ ഒരു ഹെയർ സ്പായും ഒരു ത്രെഡിങ്ങുമാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ടായിരിക്കും കുറേ ടൈം എടുത്ത്. കുറേ എന്ന് പറഞ്ഞാൽ 2 മണി കഴിഞ്ഞു, 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പുള്ളിക്കാരി വിശന്ന് തളർന്നു. അപ്പോഴാണ് ഗൈസ് ഞങ്ങളൊരു കണ്ണാടി കണ്ടത്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ തന്നെ ഷോഫാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഗൈസ് അവളിൽ ചില രൂപഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തികേടാണെന്ന് മനസ്സിലാക്കിയാൽ നേരെ ഞങ്ങൾ പോയത് മന്തി മഞ്ചലിലോട്ടായിരുന്നു. ഇവിടെ ചെന്നപ്പോഴും നോ രക്ഷ ഗൈസ്, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി ഞങ്ങളുടെ ഊഴമെത്തി ഗൈസ്. ഞങ്ങളൊരു ചിക്കൻ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട്. അത് കഴിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ പഴയ കൂട്ടുകാരെ തിരിച്ച് കിട്ടി ഗൈസ്. അങ്ങനെ പിന്നീട് ഞങ്ങളുടെ ഷോപ്പിംഗ് പരിപാടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ട്രെൻഡ്സിലോട്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഒരു പരുവായിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരമായിട്ട് ഇങ്ങനെ അലഞ്ഞ് 2 പേരും ഒരു പരുവായി. ഞാൻ എൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചതാണ്. പോടി അവിടുന്ന്. ഇന്നത്തേക്ക് നിർത്തുന്നു ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ. ടാറ്റാ ബൈ.